ഈ ബുദ്ധ സാന്നിധ്യത്തിൻ്റെ ഒരു വികാരമാണ്. നിത്യചൈതന്യേതി, സുകുമാർ അഴീക്കോട്, എം.എൻ. വിജയൻ, ബോധി എന്നായിരുന്നു അതിൻ്റെയും പേര്. 13 വീടുകളിൽ ഞങ്ങൾ താമസിച്ചിട്ടുണ്ട്. ഞാൻ ജനിച്ച വീടും എൻ്റെ പങ്കാളിയുടെ ഒറ്റപ്പാലത്തുള്ള വീടും ഉൾപ്പെടെ 13 വീടുകളിൽ. ആ ചെറിയ ചെറിയ 2 മുറികൾ മാത്രമുള്ള വാടക വീടുകൾ തൊട്ട് അല്പം വീട് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഇപ്പോൾ താമസിക്കുന്ന വീട് വരെയുള്ള അനേകം വീടുകളിലൂടെയുള്ളൊരു യാത്രയായിരുന്നിട്ടുണ്ട് എൻ്റെ ജീവിതം. പക്ഷേ ആ വീടുകളിലൂടെ യാത്ര ചെയ്ത് ഞങ്ങൾ മാത്രമായിരുന്നില്ല, ഒരുപാട് മനുഷ്യർ ആ വീടുകളിൽ വന്നു പോവുകയും ആ വീടുകളെ ജീവനുള്ള വീടുകളാക്കി മാറ്റുകയും ചെയ്തു. ഞാൻ അവിരാമത്തിൽ പ്രധാനമായും എൻ്റെ ഇരിഞ്ഞാലക്കുടയിൽ ഞാൻ ആദ്യം വച്ച വീട്, കടം വാങ്ങി വച്ച വീടാണ്. ബോധി എന്നായിരുന്നു അതിൻ്റെയും പേര്. ഡൽഹിയിൽ ഞങ്ങൾ വാങ്ങിയ ഫ്ലാറ്റിൻ്റെ പേരും ബോധി എന്നായിരുന്നു. ഇപ്പോൾ ഈ വീടിന് കൊടുത്തിരിക്കുന്ന പേരും ബോധി എന്നാണ്. അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾക്ക് എൻ്റെ കവിത വായിക്കുന്നവർക്കൊക്കെ അറിയാവുന്നതുപോലെ ഈ ബുദ്ധ സാന്നിധ്യത്തിൻ്റെ ഒരു വികാരമാണ്. അപ്പോൾ ഈ ഈ ഈ വീടുകളിൽ എനിക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള വീടുകളിലൊന്ന് ഇരിഞ്ഞാലക്കുടയിലുണ്ടാക്കിയ ബോധി എന്ന വീടാണ്. അവിടെ വരാത്ത ആളുകളില്ല എന്ന് പറയാവുന്ന തരത്തിൽ 3 തലമുറയിലെ ബുദ്ധിമാന്മാരും ചിന്തിക്കുന്നവരും സാധാരണക്കാരും ഒക്കെയായ അനേകം ആളുകൾ ആ വീട്ടിൽ വന്നു പോയിട്ടുണ്ട്. നിത്യചൈതന്യേതി, സുകുമാർ അഴീക്കോട്, എം.എൻ. വിജയൻ, പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ, പി. ഗോവിന്ദപിള്ള, അവിടെ വരാത്ത ചിന്ത രവീന്ദ്രൻ, പേരുകൾ അവസാനിക്കാത്ത തരത്തിലുള്ള പേരുകൾ. അവിടുന്ന് മുതൽ ജോയ് മാത്യുവും പ്രേംചന്ദും കവിയൂർ ബാലനും ടി കെ രാമചന്ദ്രനും എൻ എസ് മാധവനും ഒക്കെ ഉൾപ്പെടെയുള്ള അനേകം ആളുകൾ, എഴുത്തുകാരും എഴുത്തുകാരല്ലാത്തവരുമായ ആളുകൾ, അജിതയും യാക്കൂബും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വന്നു പോവുക മാത്രമല്ല, അവിടെ താമസിക്കുകയും അവിടെ ഭക്ഷണം കഴിക്കുകയും അവരൊന്നിച്ച് രാത്രി മുഴുവൻ ചിലപ്പോൾ ദീർഘമായ സംവാദങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.